ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന പുരാരേഖ വകുപ്പിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കരാർ നിയമനമാണ്. തപാൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സംസ്ഥാന പുരാരേഖ വകുപ്പിന് വേണ്ടി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലാ ഓഫീസുകളിൽ വിവിധ പ്രോജക്റ്റിലേക്ക് പ്രോജക്റ്റ് സൂപ്പർവൈസർ, പ്രോജക്റ്റ് ട്രെയിനികൾ, DTP ഓപ്പറേറ്റർ, ബൈൻഡർ തസ്തികകളിലെ താൽക്കാലിക ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 26/5/2025 അപേക്ഷകൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ രേഖകൾ സഹിതം തപാൽ മാർഗമോ നേരിട്ടോ അയക്കേണ്ടതാണ്. അവസാന തീയതി കഴിഞ്ഞ് കിട്ടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അപേക്ഷയുടെ കവറിന് പുറത്ത് തസ്തിക രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപേക്ഷ അയക്കേണ്ട വിലാസം: എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കേരള മ്യൂസിയം, പാർക്ക് വ്യൂ, തിരുവനന്തപുരം 695033. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം ചരിത്ര രേഖകളുടെ ശാസ്ത്രീയ സംരക്ഷണം പ്രോജക്റ്റിലേക്ക് പ്രോജക്റ്റ് ട്രെയിനി തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രി ലഭിച്ച ബിരുദാനന്തര ബിരുദമാണ്. ഈ യോഗ്യതയുള്ള വേണ്ടത്ര ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്ത സാഹചര്യത്തിൽ താഴെ പറയുന്ന യോഗ്യതയുള്ളവരെയും പരിഗണിക്കുന്നതാണ്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രി ലഭിച്ച ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദവും ആർക്കൈവൽ സ്റ്റഡീസ് അല്ലെങ്കിൽ കൺസർവേഷൻ ഇവയിൽ ഏതിലെങ്കിലും വിഷയത്തിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച ഡിപ്ലോമയും പ്രവൃത്തി പരിചയവുമാണ്. അടുത്തത് ബൈൻഡർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. യോഗ്യത SLC അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷാ യോഗ്യതയാണ്. കൂടാതെ ബുക്ക് ബൈൻഡിങ്ങിൽ NCVT സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള സർക്കാർ ടെക്നിക്കൽ എക്സാമിനേഷൻ ഇൻ ബുക്ക് ബൈൻഡിംഗ് ലോവർ അല്ലെങ്കിൽ MGTE ലോവർ ഇവയിൽ ഏതിലെങ്കിലും ഒന്ന് പാസ്സായിരിക്കണം. കൂടാതെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രോജക്റ്റ് ട്രെയിനി തസ്തികയിലേക്ക് 14 ഒഴിവും ബൈൻഡർ തസ്തികയിലേക്ക് 4 ഒഴിവുമാണ് വന്നിട്ടുള്ളത്. അടുത്തത് കാർട്ടോഗ്രാഫിക് റെക്കോർഡ്സ് ശാസ്ത്രീയ സംരക്ഷണം പ്രോജക്റ്റിലേക്ക് പ്രോജക്റ്റ് ട്രെയിനി തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. യോഗ്യത കെമിസ്ട്രിയിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച ബിരുദാനന്തര ബിരുദവും പുരാരേഖ സംരക്ഷണത്തിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ്. അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ബിരുദവും ആർക്കൈവൽ സ്റ്റഡീസ് അല്ലെങ്കിൽ കൺസർവേഷൻ ഇവയിൽ ഏതിലെങ്കിലും ലഭിച്ച ഡിപ്ലോമയാണ്. അടുത്തത് സൂപ്പർവൈസർ തസ്തികയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദവും കാർട്ടോഗ്രാഫി റെക്കോർഡ് ഉൾപ്പെടെയുള്ള പുരാരേഖ സംരക്ഷണത്തിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമാണ്. അല്ലെങ്കിൽ മാപ്പ് ഉൾപ്പെടെയുള്ള പുരാരേഖകളുടെ സംരക്ഷണത്തിൽ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച 10 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമാണ്. പ്രായപരിധി ഇല്ല. ഒഴിവുകളുടെ എണ്ണം സൂപ്പർവൈസർ പറഞ്ഞിട്ടില്ല. പ്രോജക്റ്റ് ട്രെയിനി 4 ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി സർക്കാർ നിയമാനുസൃതമാണ്. പ്രോജക്റ്റ് കാലാവധി 10 മാസമാണ്. അടുത്തത് പുരാരേഖകളുടെ സൂചിക തയ്യാറാക്കൽ പ്രോജക്റ്റിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ആദ്യം സൂപ്പർവൈസർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ബിരുദാനന്തര ബിരുദവും ആർക്കൈവൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ആർക്കിയോളജി അല്ലെങ്കിൽ മ്യൂസിയോളജി അല്ലെങ്കിൽ കൺസർവേഷൻ ഇവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ഡിപ്ലോമയും പ്രവൃത്തി പരിചയവുമാണ്. അടുത്തത് പ്രോജക്റ്റ് ട്രെയിനി തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ബിരുദവും ആർക്കൈവൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ആർക്കിയോളജി അല്ലെങ്കിൽ മ്യൂസിയോളജി ഇവയിൽ ഏതിലെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് നേടിയിട്ടുള്ള ബിരുദാനന്തര ഡിപ്ലോമയും പ്രവൃത്തി പരിചയവുമാണ്. അടുത്തത് DTP ഓപ്പറേറ്റർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ 12ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് ലോവർ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും DTP സർട്ടിഫിക്കറ്റ് കോഴ്സും പാസ്സായിരിക്കണം. കൂടാതെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളുടെ എണ്ണം സൂപ്പർവൈസർ 2, പ്രോജക്റ്റ് ട്രെയിനി 12, DTP ഓപ്പറേറ്റർ 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തത് താളിയോല രേഖകളുടെ വിഷയസൂചിക തയ്യാറാക്കൽ പ്രോജക്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ആദ്യം സൂപ്പർവൈസർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ MA മനുസ്ക്രിപ്റ്റോളജി, വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാണ്മ, തമിഴ്, ലിപ്യാന്തരണത്തിൽ 6 മാസത്തിൽ കുറയാത്ത മുൻപരിചയവും ഉണ്ടായിരിക്കണം. അടുത്തത് പ്രോജക്റ്റ് ട്രെയിനി പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ MA മനുസ്ക്രിപ്റ്റോളജി, വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാണ്മ, തമിഴ്, ലിപ്യന്തരണത്തിൽ മുൻപരിചയവുമാണ്. പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളുടെ എണ്ണം സൂപ്പർവൈസർ 1 ഒഴിവാണ് വന്നിട്ടുള്ളത്.
പ്രോജക്റ്റ് ട്രെയിനി ഒഴിവ് പറഞ്ഞിട്ടില്ല. പ്രായപരിധി സർക്കാർ നിയമാനുസൃതമാണ്. പ്രോജക്റ്റ് കാലാവധി 10 മാസമാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 26/5/2025 വൈകിട്ട് 5 മണി വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.